Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണ്. 153.90 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. 24,385.20 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. ഇന്നലെ ഒരു സൈഡ് വേസ് ഡേ ആയിരുന്നു ഓവറോൾ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കാര്യമായിട്ട് പ്രോഫിറ്റ്സ് ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നലെ പോലും നമുക്കൊരു 5.5K പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് 5K ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ മൺഡേ കുറച്ച് വലിയൊരു ലോസ് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും വീക്ക്ലി ലോസാണ്. ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് വീക്ക്ലി ലോസാണ്. ഈ വീക്ക് ഇതുവരെ വീക്ക്ലി ലോസാണ്. കുറച്ചൊരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല നമ്മുടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ട്രേഡിങ്ങും ഒക്കെ പോകുന്നത്. എന്തായാലും നമ്മുടെ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവാം. കൂടുതൽ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 24,380 ലെവൽ, ആ ഒരു പോയിൻ്റ് ഒരു റെസിസ്റ്റൻസ് ലെവൽ കൂടിയാണ്. അപ്പോൾ അവിടെ നിന്നൊരു പ്രൈസ് റിജക്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. $24,385.20 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. 24,392.35 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഡേ ഹൈ. നമുക്കിങ്ങനെ അഗ്രസീവായിട്ടുള്ള എൻട്രീസൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഓവറോൾ ലോസിലാണ്. നമ്മൾ ഫസ്റ്റ് 3 to 4 വീക്സ് നമ്മൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലായിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു 3 വീക്സായിട്ട് ഇപ്പോൾ നമ്മൾ ലോസിലാണ്. അപ്പോൾ ഈ വീക്കാണ് നമുക്ക് കുറച്ച് വലിയൊരു ലോസ് വന്നിട്ടുള്ളത്. ഇതുവരെ 2 ദിവസം മാത്രമേ നമ്മൾ ട്രേഡിംഗ് ഉണ്ടായിട്ടുള്ളൂ. ട്യൂസ്ഡേ അവധിയായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ചയും ഇന്നലെയും മാത്രമാണ് നമ്മൾ ചെയ്തത്. ആ 2 ദിവസവും ലോസ് തന്നെയായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് അഗ്രസീവ് ട്രേഡ്സ് എടുക്കുന്നത് കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റം അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആണ്. പക്ഷേ നമ്മൾ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാതെ റൈഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ കുറച്ചൊന്ന് ലോസൊക്കെ റിക്കവർ ചെയ്യുന്നത് വരെ നമുക്കൊന്ന് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാം എന്നാണ് തോന്നുന്നത്. ആസ് ഓഫ് നൗ ഒരു ചെറിയൊരു സപ്പോർട്ട് ഫോം ചെയ്ത് ഒരു പുൾ ബാക്കിന് ശേഷം ഡേ ഹൈയിലേക്കൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ ഒരു എൻട്രി ഒന്നും കൺഫേം ആയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആഡ് ചെയ്യാം. 24,450 ഒരു എൻട്രി ഉണ്ട്. യെസ്, നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 154 ആവറേജ് പ്രൈസ്. കോൾ ഓപ്ഷൻ എൻട്രിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കപ്പിൾ ഓഫ് ലോട്ട്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മാക്സിമം നല്ല രീതിയിൽ റൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. 6 ലോട്ട്സ് വരെയാണ് ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്.
24,450. അറൗണ്ട് കോസ്റ്റിലുണ്ട് 154.5 ആണ് കോസ്റ്റ്. ഒരു ബ്രേക്ക് ഔട്ട് വരുമോ നമുക്ക് നോക്കാം. 24,450 ഇൻ്റർമണിയാവാനുള്ള ചാൻസസ് ഉണ്ട്. 24,390 ലെവലിലാണ് ഇപ്പം നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ 450 ലെവലിലേക്ക് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്പൈക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24.5K, അതായത് 24,550 ലെവലിലേക്ക് അപ്പോൾ ഒരു 120 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്പ് മൂവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു എൻട്രിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അടുത്ത അഡീഷനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അഗെയിൻ ഒരു കപ്പിൾ ഓഫ് ലോട്ട്സ് അഡീഷൻ കൺഫേം ആയിട്ടുണ്ട്. വെയിറ്റ്, യെസ്, 4 ലോട്ട്സ് 153 ആവറേജ് പ്രൈസ്. ഡേ ഹൈ വന്നിട്ടുള്ളത് 180 അല്ല 156 ആണ്. ഡേ ഹൈ ബ്രേക്ക് ഔട്ട് വരണം. ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 2 ലോട്ട്സ് 153.6 ആവറേജ് പ്രൈസ്. ബ്രേക്ക് ഔട്ടിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്പോട്ട് ചാർട്ട് ഒന്ന് വാച്ച് ചെയ്യാം. ഒരു കൺസോൾട്ടേഷനാണ് ഡേ ഹൈ ലെവൽ. ഫസ്റ്റ് 1 മിനിറ്റ് ഡേ ഹൈ ലെവലിൽ ഒരു കൺസോൾട്ടേഷനാണ് കാണുന്നത്. ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. യെസ്, ഒരു ബ്രേക്ക് ഔട്ടിനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ബാക്ക് ടു കോസ്റ്റ്. യെസ്, 24,400 ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതുവരെയുള്ള ഡേ ഹൈ 24,400.95. 400 ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊമെൻറ്റം വരും. എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ലെവൽ ഒരു ഇങ്ങനെയുള്ള 24,400, 300 അങ്ങനെയുള്ള റൗണ്ട് ഫിഗേഴ്സിൽ എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. കൂടുതലായിട്ടും 24,500 അല്ലെങ്കിൽ 25,000 കുറച്ചുകൂടി കൂടുതൽ റെസിസ്റ്റൻസ് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അറൗണ്ട് 1K ലോസിലാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 ലോട്ട്സ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെന്തായാലും 155 ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ സ്റ്റാർ ഓഫ് ചെയ്യേണ്ടി വരും. ഓൾറെഡി ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. ഒരു റിവേഴ്സൽ സൈനാണ് ഓൾറെഡി വന്നിട്ടുള്ളത്. യെസ്,
3K ലോസിലേക്ക് വന്നു കഴിഞ്ഞു നമ്മുടെ പൊസിഷൻ. എന്തായാലും വെയിറ്റ് ചെയ്യാം. 24,400 ആണ് ഒരു കൃത്യമായൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ 3K ലോസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു ഡേ ഹൈ റീടെസ്റ്റിൽ സ്ക്വയർ ഓഫ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡേ ലോ ബ്രേക്ക് ചെയ്ത് ഡൗൺഫോൾ വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ 3K ലോസിലാണ്. 153 ആണ് ആവറേജ് പ്രൈസ്. നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ലോസിലേക്ക് വീണ്ടും പോയിരിക്കുകയാണ്. ഈവൻ നമ്മൾ കോൾ ഓപ്ഷനാണ് എടുത്തിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ നമ്മുടെ പൊസിഷൻ ലോസിലാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ഡേ ലോ ആണ് ഞാനിപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇടാൻ പോകുന്നത്. ഇറ്റ്സ് 120 നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസ് വെരി ക്രിട്ടിക്കൽ പൊസിഷനായി മാറിയത്. നമ്മളിപ്പോൾ ബാക്ക് ടു ബാക്ക് ലോസ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും സ്ക്വയർ ഓഫ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു 8K ലോസ് മാക്സിമം നോക്കുകയാണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ട്രേഡ് ലോസിലേക്ക് പോയി. 153.6 ആണ് നമ്മുടെ ആവറേജ് പ്രൈസ്. 120 സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു 8.7K ലോസ് വരും. എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അതിൽ കൂടുതൽ നമുക്ക് ഈ ഒരു ട്രേഡിൽ ലോസ് ബെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിവേ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഇതിപ്പം ഈ ഒരു ലെവലിൽ നിന്ന് ഒരു റിക്കവറി വരികയാണെങ്കിൽ ആവറേജ് ചെയ്യണം. അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. 120 സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്തിരുന്നു. അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ 8.4K ലോസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ഒരു റിക്കവറി വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ലോവർ ലോ വന്നതിൽ സ്റ്റോപ്പ് ലോസ് വന്നിരിക്കുകയാണ്. അപ്പം എഗെയിൻ നമ്മളൊരു ലോസ് ഡേ ആണ്. എന്തായാലും ഇന്നത്തെ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്തു. 8.4K ആണ് ഇന്നത്തെ ലോസ്. അപ്പോൾ നമുക്ക് ഈ ലൂസിങ് റാലി കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് എന്തായാലും ഈ ഒരു റാലി ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അതൊരു ഹൈയിലൊരു എൻട്രി എടുത്തത് ഒരു മിസ്റ്റേക്കായിരുന്നു. അത് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം ഡോയിലേക്ക് ഫോൾ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും റീ എൻട്രി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ട്രേഡ് എടുക്കാനോ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓൾറെഡി 8.4K ലോസാണ് വന്നിട്ടുള്ളത്. എന്തായാലും നാളെ നമുക്ക് ചെയ്യാം. ഈ ഒരു വീക്ക് ഒരു ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു ലൂസിങ് റാലിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നത്തേക്ക് എന്തായാലും സ്റ്റോപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.